ഹായ്, ഞാൻ വീണ്ടും വന്നു പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോടൊപ്പം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഭൂപ്രദേശം എന്ന് പറയുന്നത് അപ്പർ കുട്ടനാടൻ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഓൾമോസ്റ്റ് ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ നല്ല കാറ്റാണ്. ഈ മഴ സീസൺ അല്ലെങ്കിൽ പോലും ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കള വാതിലിൻ്റെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. നമുക്ക് സൂപ്പറായിട്ട് കാറ്റ് കിട്ടും. അപ്പോൾ ഇതിവിടുത്തെ ജനങ്ങൾക്കതൊരു പുത്തരിയോ പുതുമയൊന്നും അല്ല. അവരെന്നും കാണുകയും ഇതൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് പേരിവിടെ എത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടായ നല്ല ശക്തമായ കാറ്റാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു മെയിൻ കാരണം എൻ്റെ കുഞ്ഞാണ്. അവന് ഈ കാറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടും അതായതുകൊണ്ട് നമുക്ക് ആ കാറ്റിനെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാണാൻ കഴിയുന്നില്ലെങ്കിലും നമുക്കതിനെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവൻ അത് എന്നോട് ചോദിച്ചു, അമ്മ എന്താണമ്മേ കാറ്റ്, ഈ മരത്തിൻ്റെ എവിടെ നിന്നാണമ്മേ കാറ്റ് വരുന്നത്? അപ്പോൾ അവനെങ്ങനെ ഈ 2.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ചൂടാവുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി തിരക്കുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും നമുക്കൊരു ഇറിറ്റബിളായിട്ട് തോന്നും. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ മാക്സിമം ക്ഷമ കാണിച്ച് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അവരെ നെഗ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അവർക്ക് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ആൻസർ കൊടുക്കാൻ ശ്രമിക്കണം, എത്ര തിരക്കാണെങ്കിലും. പിന്നെ ഞാൻ 1-2 ക്ലാസ്സിൽ ഈ കാറ്റിനെ കുറിച്ചൊക്കെ അധ്യാപനത്തിൽ പഠിപ്പിക്കുന്നതിലുണ്ട്, 8-9 ക്ലാസ്സുകളിൽ. അപ്പോൾ കാറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. അതായത് നമ്മളുടെ കുട്ടികൾക്ക് പഠനത്തിൽ സഹായിക്കുന്ന വീഡിയോസ്. അതായത് ഇപ്പോൾ ട്യൂഷന് പോയി എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ട്യൂഷന് വന്നുകൊണ്ടിരുന്നതാണ്. എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ നിർത്തി വെച്ചതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും 8, 9, 10 ക്ലാസ്സുകൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മലയാളത്തിൽ ഞാൻ ചെയ്തിടാം. കാണാൻ കഴിയുന്നവരൊക്കെ കാണുക. അതൊരു ഹെൽപ്ഫുൾ ആകുമെങ്കിൽ ചെയ്തിടാം എന്ന് കരുതിയാണ് ഞാനിരിക്കുന്നത്. പിന്നെ പ്രകൃതിയും ചെടികളും കുഞ്ഞു കുഞ്ഞ് ആർട്ടുകളും പിന്നെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ എൻ്റെ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ബൈ. സബ്സ്ക്രൈബ്